ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 29/1/2026. അപ്പൊ അതായത് ജനുവരി 29. ഹായ് ഓൾ, റെയിൽവേയുടെ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ്. നമ്മൾ കലണ്ടർ നോക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ റെയിൽവേ കലണ്ടർ നോക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് ലെവൽ 1 ആൻഡ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു കോളം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന പ്രൊപ്പോസൽ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ലെവൽ 1 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഒത്തിരി വീഡിയോസിന് താഴെ കമന്റ്സ് വന്നിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് എന്താണ്, ഈ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നതെന്നും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് പോസ്റ്റുകൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഈ ഒരു നോട്ടീസ് പറയാം. അപ്പോ ഇപ്പോ നമുക്ക് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് റെയിൽവേയുടെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്. ഇപ്പോ നമുക്കറിയാവുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ റെയിൽവേയുടെ NTPC പോസ്റ്റുകൾ അറിയാം. അതായത് സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ജോബുകൾ, ക്ലറിക്കൽ സ്റ്റാഫുകളെ ഒക്കെ എടുക്കുന്നത് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കണ്ടക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ നമുക്കറിയാം. അതായത് നമുക്ക് ഇപ്പൊ ട്രാക്ക് മെയിനർ ആയിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ വിവിധ തരം വരുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള, റെയിൽവേയുടെ അകത്ത് തന്നെ വരുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റുകൾ എടുക്കുന്നതാണ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ റെയിൽവേയുടെ പോലീസ് ഫോഴ്സിൽ വരുന്ന, അതായത് പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ വരുന്നതുണ്ട്. അതായത് ഫോഴ്സ് റിലേറ്റഡ് വരുന്ന പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. സെക്ഷൻ കൺട്രോളറിന്റെ പോസ്റ്റ് വിളിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി പോസ്റ്റുകളുണ്ട്. ഇതല്ലാതെ നമുക്ക് വരുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. ഇപ്പോ ലീഗലി പരമായിട്ട് വരുന്ന പോസ്റ്റുകൾ, ഇപ്പൊ ലോ ഓഫീസേഴ്സ് വരാം, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് വരാം, ഇപ്പൊ റെയിൽവേ ഹോസ്പിറ്റലിൽ വരുന്ന ലാബ് അസിസ്റ്റന്റ് വരാം. അങ്ങനെയുള്ള കുറെ പോസ്റ്റുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഈ പറയുന്ന ഐസൊലേറ്റഡ് കാറ്റഗറീസിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്തുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും എന്താണെന്ന് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോ ആദ്യം നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. ഇതിലിതാ ഇവിടെ കൊടുത്തു ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആദ്യം നോക്കുക. 30/12/2025 ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 29/1/2026. അപ്പൊ അതായത് ജനുവരി 29 രാത്രി 11:59 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫീ പേയ്മെന്റ് 31/1, അതായത് ജനുവരി 31 വരെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ്, അതും നമുക്ക് രാത്രി 11:59 വരെ കൊടുക്കാം. നമുക്ക് ഓൺലൈൻ ആണ് ഫീ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഇവരുടെ മോഡിഫിക്കേഷൻ വിൻഡോ ഉണ്ട്, ആ വിൻഡോ ഓഫ് കറക്ഷൻ ഉണ്ട്. അത് 1-ാം തീയതി തൊട്ട്, അതായത് ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 10 വരെയാണ് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതും. സ്ക്രൈബ് കാൻഡിഡേറ്റ്സിനുള്ള ഡീറ്റെയിൽസും സ്ക്രൈബ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് ഫെബ്രുവരി 11 തൊട്ട് ഫെബ്രുവരി 15 വരെയാണ്. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഉള്ളത്. ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതില് ഈ കാണിച്ചിരിക്കുന്നതാണ് വേക്കൻസി ഡീറ്റെയിൽസ്. ടോട്ടൽ 312 വേക്കൻസീസ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ 312 വേക്കൻസീസിനാണ് വിളിച്ചിട്ടുള്ളത്. അതില് ചീഫ് ലോ അസിസ്റ്റന്റ് ഉണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി ഉണ്ട്, സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട്, സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ ഉണ്ട്, സയന്റിഫിക് അസിസ്റ്റന്റ് ഉണ്ട്, ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഉണ്ട്, കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ്, സയന്റിഫിക് സൂപ്പർവൈസർ അല്ലെങ്കിൽ എർഗോണമിക്സ് ആൻഡ് ട്രെയിനിങ്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഈ മെറ്റലർജി ആൻഡ് നമ്മുടെ ഐസൊലേറ്റഡ് കാറ്റഗറീസ് വിളിക്കുന്നത്. ഇതിൽ ചീഫ് ലോ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഇത് രണ്ടും നമുക്ക് ലെവൽ 7 വരുന്നതാണ്. ചീഫ് ലോ അസിസ്റ്റന്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ 44,900 ആണ് ആ പറയുന്ന രണ്ടിന്റെയും ഇനിഷ്യൽ പേ എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് C1 ആണ് അവിടുത്തെ, അതായത് C1 ആണ് അവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോൾ 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് ചീഫ് ലോ അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ടോട്ടൽ RRB എല്ലാം കൂടെ ചേർത്തിട്ടുള്ള 22 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ഇനി പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ കൊടുക്കാം. 7 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ജൂനിയർ ട്രാൻസ്ലേറ്റർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്, അത് ലെവൽ 6 ആണ്.
35,400 ആണ്. C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ കൊടുക്കാം. 202 വേക്കൻസീസ് ആണ് ടോട്ടലി വിളിച്ചിരിക്കുന്നത്. സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ ലെവൽ 6 ആണ്. 35,400 ആണ് ബേസിക് പേ. C1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ്. 15 വേക്കൻസീസ് ആണ് ടോട്ടലി ഉള്ളത്. സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ ലെവൽ 6 ആണ്. 35,400 ആണ്. C1 എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ്. 24 വേക്കൻസീസ് ആണ് ടോട്ടലി ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. അത് ലെവൽ 2 ആണ്. 19,900 ആണ് അവിടെ വരിക. അവിടെ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ്. 39 വേക്കൻസീസ് ഉണ്ട്. അതിനു മുന്നേ സയന്റിഫിക് അസിസ്റ്റന്റ് ലെവൽ 6 35,400. B1 18 to 35 ആണ് ഏജ്. അതുപോലെ 2 വേക്കൻസീസ് ആണ് ടോട്ടൽ RRBയിൽ വന്നിട്ടുള്ളത്. സയന്റിഫിക് സൂപ്പർവൈസർ അഥവാ നമുക്ക് എർഗോണമിക്സ് ആൻഡ് ട്രെയിനിങ് വരുമ്പോൾ ലെവൽ 7 ആണ്. 44,900 ആണ്. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 to 35 ആണ്. അത് ഒറ്റ വേക്കൻസിയാണ് നമുക്ക് അതുള്ളത്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് വരുന്ന വേക്കൻസീസ് നമുക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് വരാറുള്ളൂ. അങ്ങനെ ടോട്ടൽ 312 വേക്കൻസീസ് ആണ് ടോട്ടലി എല്ലാ RRBയും കൂടെ ചേർത്തിട്ട് നമുക്ക് വിളിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ബാക്കി വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഓക്കെ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റന്റ് വിഷൻ 6/12 6/18 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അതായത് എന്താണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് C1 എന്ന് പറയുന്നത്. ഇനി B1 എന്ന് പറയുമ്പോൾ 6/9 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അതും നമുക്ക് ഈ പറയുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. C2 എന്ന് പറയുമ്പോൾ 6/12 നിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. അതും നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ A1ഉം A2 ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ കാഴ്ചയൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യത്തിലാണ് നമുക്ക് അവിടെ വരിക. ഇനി ഏജ് ലിമിറ്റിന്റെ കാര്യം അവിടെ പറയാം. ഏജ് ലിമിറ്റ് നമുക്ക് വരുമ്പോൾ ഓരോ പോസ്റ്റും ഞാൻ ഓരോ ഏജ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ 2196 ആണ് നമുക്ക് അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ OBC നോൺ ക്രിമിക്ക് ആണെങ്കിൽ 2193, SC ST ആണെങ്കിൽ 2191 ആണ്. ഓക്കെ, ഇനി എല്ലാത്തിന്റെയും ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2008 ആണ് നമുക്ക് ലോവർ ഏജ് ലിമിറ്റ് പറയുന്നത്. ഇനി 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ 2194 UR ആൻഡ് EWSന്, OBCക്ക് ആണെങ്കിൽ 2191, SC STക്ക് ആണെങ്കിൽ 2189 ആണ്. നെക്സ്റ്റ് 18 വയസ്സ് തൊട്ട് 33 വയസ്സ് എന്ന് പറയുമ്പോൾ 2193 തൊട്ട് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 2190 ആണ് OBC നോൺ ക്രീമി ലെയർ വരുമ്പോൾ. SC ST 2188 ആണ് വരുന്നത്. 18 to 35 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ UR-നും EWSനും 2191, OBC NCLന് 2188, SC STക്ക് 2186 ആണ്. 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ 2186 ആണ് UR ആൻഡ് EWS. OBC NCL വരുമ്പോൾ 2183, SC ST വരുമ്പോൾ 2181 ആണ്. അതുപോലെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. SC STക്ക് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ, OBC NCL ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ റെയിൽവേയിൽ ആ ഒരു റിലാക്സേഷനും കാര്യങ്ങളും വരുന്നത് അത് സെയിം നമുക്ക് ഇതിനകത്തും ആപ്ലിക്കബിൾ ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഫീസ് പറയുന്നുണ്ട്. അതായത് ഫീ കൺസെഷൻ 500 രൂപയാണ് ഫീസ് വരുന്നത്. നമുക്ക് സാധാരണ റെയിൽവേ ഫീസ് അതിൽ നമുക്ക് PWBD ഫീമെയിൽ, അതുപോലെ ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ് മെൻ കാൻഡിഡേറ്റ്സ് ഇവർക്ക് ഇത്രയും പേർക്കും വരുന്നത് 250 ആണ്. ബാക്കിയുള്ള എല്ലാ പേർക്കും 500 രൂപയാണ്. അതിൽ 400 രൂപ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിയുമ്പോൾ 400 രൂപ റീഫണ്ട് ചെയ്യും. 100 രൂപയാണ് അവരുടെ ഫീസ് ആയിട്ട് പിടിക്കുക. ഇനി 250 പേ ചെയ്യുന്നവർക്കാണെങ്കിൽ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് 250 രൂപയും അവിടെ എന്ത് ചെയ്യും, തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്ന നമ്മുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ബാക്കി ഇതെല്ലാം റിസർവേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. റിസർവേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ എപ്പോഴും എന്താണ് എടുക്കുന്ന കൂടുതലുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് വരുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്കിവിടെ അതായത് ഫോർ ഓൾ ദ പോസ്റ്റ് എക്സെപ്റ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓർ ഹിന്ദി ആർ ഡീറ്റെയിൽഡ് ബിലോ. അതായത് ഇത് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ,
പ്രൊഫഷണൽ എബിലിറ്റി 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, അവയർനെസ് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, മാത്സ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, സയൻസ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ്. നെഗറ്റീവ് വരുമ്പോൾ 1/3 തന്നെയാണ് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ വരിക. അതുപോലെ നമുക്ക് കുറച്ചും കൂടെ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് ഒരു സിംഗിൾ സ്റ്റേജ് CBT ആണ് കണ്ടക്ട് ചെയ്തത്. അത് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ ടെസ്റ്റ്, അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ആൻഡ് DV ആണ് അവിടെ വരിക. ഇത് ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നടക്കുന്നത്. ആകെ ഒരൊറ്റ പരീക്ഷയാണ് നമുക്ക് വരിക. ഇനി ഇതില് നമുക്ക് മാത്സിൽ എന്താണ്, നമുക്ക് സാധാരണ റെയിൽവേ എക്സാംസിന് എന്താണോ മാത്സിന് വരുന്ന സെയിം സംഭവം തന്നെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നമുക്ക് സെയിം സംഭവം തന്നെയാണ്. അതുപോലെ അവയർനെസ്സും നമുക്ക് ഈ പറയുന്ന റെയിൽവേ എക്സാംസിന് എന്താണോ അത് തന്നെയാണ്. അത് കഴിഞ്ഞ് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ് ടു 10th വരുന്ന സിലബസ് കവർ ചെയ്താൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസിൽ വരുമ്പോൾ ഇത്രയാണ് നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ടും പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് സബ്ജക്ട്സ്. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേക്കും ഇവിടെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി ഉണ്ട്. അതിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ടെസ്റ്റും കൂടെ ഉണ്ട്. അതായത് നമുക്ക് അവിടെ ഒരു CBT പരീക്ഷ ഉണ്ടായിരിക്കും. അതിൽ the question paper shall be designed to test equally both knowledge of English languages as well as knowledge of Hindi language ഉണ്ടായിരിക്കും. At least 50% of question will be designed to test language proficiency. 20% English ആയിരിക്കും, 30% for ഹിന്ദി ആണ്. ലാംഗ്വേജ് ടെസ്റ്റ് ആണ് കൂടുതലും അവിടെ വരിക. ഓക്കെ, സിലബസ് ഫോർ ഈ പറയുന്ന ലാംഗ്വേജ് പോർഷൻ ഓഫ് CBT ഏതാണെന്നുള്ളത് ആ നെക്സ്റ്റിൽ പറയുന്നുണ്ട്. റിമൈനിങ് ക്വസ്റ്റ്യൻ വിൽ ബി ഡിസൈൻഡ് ടു ടെസ്റ്റ് ജനറൽ നോളജ്, ജനറൽ ഇന്റലിജൻസ്, സിമ്പിൾ അരിത്തമെറ്റിക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇത്രയും അതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷും ഹിന്ദിയും അവിടെ ആ ലാംഗ്വേജ് ടെസ്റ്റ് അവർ നോക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ആണ്. ട്രാൻസ്ലേഷൻ ടെസ്റ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറയണം. അത് ഏറ്റവും ലാസ്റ്റിലാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അതിലേക്ക് ഒന്ന് പോവാം. ഇവിടെ പറയുന്നുണ്ട് ചീഫ് ലോ അസിസ്റ്റന്റ്. ഞാൻ പറഞ്ഞു 7th പേ ലെവലാണ്, 44,900 ആണ്. C1 ആണ്. മിനിമം ഏജ് 18, മാക്സിമം ഏജ് 40 ആണ്. ഇതില് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് അതായത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി, അതും ഏതിലായിരിക്കണം ഡിഗ്രി, ഇൻ ലോ ആയിരിക്കണം, വിത്ത് 3 years സ്റ്റാൻഡിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം ആസ് എ പ്ലീഡർ അറ്റ് ബാർ. ഓക്കെ, ഇനി സർവിംഗ് റെയിൽവേ എംപ്ലോയീസ് ഹു ആർ ലോ ഗ്രാജുവേറ്റ്സ് ഉള്ളവരുണ്ടെങ്കിൽ ആർ ഓൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് പ്രൊവൈഡഡ് ദേ ഹാവ് ടു സർവ്ഡ് അറ്റ്ലീസ്റ്റ് 5 years എങ്കിലും ഏതെങ്കിലും ഒരു റെയിൽവേ ബ്രാഞ്ചിൽ, റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിൽ അവർ സർവ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി വേക്കൻസീസ് earmarked for direct recruitment should also be available to railway magistrates who are desirous of applying for such post and who also fulfill the prescribed qualification for the direct recruits. അതായത് ചീഫ് ലോ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഇൻ ലോ ഉണ്ടായിരിക്കണം വിത്ത് 3 വർഷത്തെ സ്റ്റാൻഡിംഗ് പ്രാക്ടീസ്, ഒരു പ്ലീഡർ ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി പബ്ലിക് പ്രോസിക്യൂട്ടർ വരുമ്പോൾ 7th പേ കമ്മീഷൻ ആണ്. 44,900 ആണ് പേ ലെവൽ വരുന്നത്. C1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ് കൊടുക്കാൻ പറ്റുക. ഇത് ഡിഗ്രി ഇൻ ലോ തന്നെയാണ് അവിടെ ഗ്രാജുവേഷൻ പറഞ്ഞിട്ടുള്ളത്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ലോ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. കൂടാണ്ട് വിത്ത് 5 years ഓഫ് സ്റ്റാൻഡിംഗ് ആസ് എ അഡ്വക്കേറ്റ് അറ്റ് ബാറും, ബാർ ഉള്ളവർക്ക്, അഡ്വക്കേറ്റ് ആയിട്ട് 5 വർഷത്തെ ഒരു സ്റ്റാൻഡിംഗ് പ്രാക്ടീസ് ഉള്ളവർക്ക് എന്താണ് ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി ലെവൽ 6 ആണ്, 37,400 ആണ്. C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ കൊടുക്കാം. അവർക്കാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആസ് എ കമ്പൽസറി ഓർ ഇലക്ടീവ് സബ്ജക്ട് ഓർ ആസ് എ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ഡിഗ്രി ലെവൽ. അതായത് അവര് എന്താണ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു റെക്കഗ്നൈസ്ഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിലും ഇംഗ്ലീഷോ ഹിന്ദിയോ അവരുടെ കമ്പൽസറി എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് പഠിച്ചിരിക്കുകയും വേണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതർ ദാൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആയിട്ടുള്ളവര് ഡിഗ്രി എടുത്തിട്ടുള്ള ഇക്വലന്റ് ഇൻ എനി സബ്ജക്ട് അതർ ദാൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണെങ്കിൽ with Hindi or English medium and English or Hindi as compulsory or elective subject or as medium of examination at degree level ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഇപ്പോ ഹിന്ദി, ഇംഗ്ലീഷ് സെയിം തന്നെയാണ് കേട്ടോ. അത് ഈ പറയുന്നത് സെയിം തന്നെയാണ്. അതായത് ഈ രണ്ട് മീഡിയത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ ആ ഒരു എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അതായത് ഇപ്പം ഹിന്ദി എടുത്തവർക്കായിരുന്നാലും ഇംഗ്ലീഷ് എടുത്തവർക്കായിരുന്നാലും അതുമല്ല വേറൊരു ഡിഗ്രി എടുത്തിട്ട് അതിൽ നിങ്ങൾ ഇലക്റ്റീവ് ആയിട്ട് ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ എടുത്തിട്ടുള്ളവരാണ്, ഇക്വലന്റ് ആയിരിക്കണം, എടുത്തിട്ടുള്ളവർക്കാണെങ്കിലും ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഇനിയും അതും അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഫ്രം ഹിന്ദി to English and vice versa for 2 years experience of translation work from Hindi to English and vice versa in central or state government officers including Government of India undertaking ചെയ്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഇനി സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ ആണ്, ലെവൽ 6 ആണ്, 37,400 ആണ്, C1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതില് നമുക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി, അതുപോലെ ആൻഡ് ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി എടുത്തിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടറിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഡിസൈറബിൾ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, 2 വർഷത്തെ ആ റിലേറ്റഡ് ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ ലെവൽ 6 വരുന്നേ 35,400 ആണ്, C1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ കൊടുക്കാം. അത് ഗ്രാജുവേഷൻ പ്ലസ്, അതായത് ഗ്രാജുവേഷൻ പ്ലസ് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടെ വേണം. ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ ഒരു ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ താഴെ തന്നിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ടായിരിക്കുക. ഡിപ്ലോമ ഇൻ ലേബർ ഓർ സോഷ്യൽ വെൽഫെയർ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലേബർ ലോസ്, അതും അല്ലെങ്കിൽ LLB വിത്ത് പേപ്പേഴ്സ് ഇൻ ലേബർ ലോസ്, അതും അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, അതും അല്ലെങ്കിൽ MBA വിത്ത് പേപ്പേഴ്സ് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, അതും അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ HR, അതും അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ്സ് കരിക്കുലം ഇൻക്ലൂഡ്സ് റെലവന്റ് പേപ്പേഴ്സ് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ ആയിട്ട് ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി സയന്റിഫിക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ്, ലെവൽ 6 ആണ്, 35,400 ആണ്, B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 18 to 35 ഇയേഴ്സ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അവിടെ സൈക്കോളജിയിൽ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അതുപോലെ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സൈക്കോളജിക്കൽ ടെസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഇനി ഡിസൈറബിൾ വരുന്നത് കമ്പ്യൂട്ടർ സ്റ്റാറ്റിസ്റ്റിക്സിന് നോളജ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം ഇൻ ഇൻഡസ്ട്രിയൽ ഓർ ഓർഗനൈസേഷണൽ സൈക്കോളജിയിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക്, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സയന്റിഫിക് അസിസ്റ്റന്റ് ട്രെയിനിങ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കെമിസ്ട്രി ആൻഡ് മെറ്റലർജി ആണെങ്കിൽ ലെവൽ 2 ആണ്, 19,900 ആണ്, B1 ആണ്, 18 to 30 ആണ് അവിടെ ആ ഒരു ഏജ് ലിമിറ്റ് വരിക. ഇവിടെ 12th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കൊടുക്കാം. പക്ഷെ നിങ്ങൾ ഈ 12th എന്തായിരിക്കണം? സയൻസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതെ, 12th അതിന്റെ ഇക്വലന്റ് എക്സാമിനേഷൻ ആയിരിക്കാം, പക്ഷെ അവിടെ സയൻസ് നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ സയന്റിഫിക് സൂപ്പർവൈസർ ഓർ എർഗോണമിക്സ് ആൻഡ് ട്രെയിനിങ് ആണെങ്കിൽ ലെവൽ 7 ആണ്, 44,900 ആണ്, B1, 18 to 35 ആണ് നമുക്ക് ഏജ് ലിമിറ്റ് വരിക. ഇത് നമുക്ക് പറയുമ്പോൾ സൈക്കോളജി അല്ലെങ്കിൽ ഫിസിയോളജിയിൽ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇനി മസ്റ്റ് ആയിട്ടും 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഓഫ് മെന്റൽ എബിലിറ്റീസ് ആൻഡ് പേഴ്സണാലിറ്റി, അതും അല്ലെങ്കിൽ 2 വർഷത്തെ റിസർച്ച് ഇൻ വർക്ക് സൈക്കോളജി ഉണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്പിംഗ് ട്രെയിനിങ് മൊഡ്യൂൾ ഓർ കണ്ടക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, പിന്നെ എർഗോണമിക്സ് ഓർ കൗൺസിലിംഗ് വിത്ത് നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ഇതാണ് അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ RRB ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രം RRB ഇല്ല. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെന്നൈ RRBയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ചെന്നൈയുടെ കാര്യം പറയുന്നുണ്ട്, RRB ചെന്നൈയിലുണ്ട്. ഈ പറയുന്ന ഇത്രയും പോസ്റ്റുകൾ നമുക്ക് ചെന്നൈയിൽ അവൈലബിൾ ആണ്. അതും അല്ലെങ്കിൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്
സൗത്തിലോട്ടാണെങ്കിൽ മുംബൈയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളും മുംബൈയിലും ഉണ്ട്. ആ, പിന്നെ നമുക്ക് മേളിലോട്ടാണ് ബാംഗ്ലൂരും ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരും ഉണ്ട്. ബാംഗ്ലൂരിലും ഈ പറയുന്നതിൽ ഒരു 4 പോസ്റ്റുകൾ നമുക്ക് ബാംഗ്ലൂരു അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ്. പിന്നെ നമുക്ക് നോർത്ത് സൈഡിലോട്ടാണ് വരുന്നത്. നോർത്ത് സൈഡിലുള്ള RRBയിലോട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് മിനിസ്റ്റീരിയൽ ആൻഡ് ഈ പറയുന്ന ഐസൊലേറ്റഡ് കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതില് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അവരെന്തായാലും തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ അയക്കുക. റെയിൽവേയുടെ ആണ്, സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. വളരെ, അതായത് ഇനിഷ്യൽ പേയ്മെന്റ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പേയ്മെന്റ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സാലറി പാക്കേജോട് കൂടിയാണ് നമുക്ക് ഈ പറയുന്ന മിനിസ്റ്ററിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് വന്നിട്ടുള്ളത്. ഇത് സെലക്റ്റീവ് ആയിട്ട് വരുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അയക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ NTPC ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് 2026 ഇനി 25 RRB ഗ്രൂപ്പ് ഇതാ ജനുവരി 21 വിളിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വെച്ചേക്കുക. 30 സ്റ്റാർട്ട് ചെയ്തു. അടുത്ത മാസം 29 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയതിന് ശേഷം നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് റെയിൽവേയുടെ NTPC ഗ്രൂപ്പ് ഡി ബാച്ചസ് ആണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നോക്കിയിട്ട് ഒരു സിംഗിൾ ടയർ എക്സാം മാത്രമേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ ഡയറക്റ്റ് DVയിലേക്കും മെഡിക്കലിലേക്കാണ് പോകുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നവരെല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. ഇതുപോലെ വരുന്ന പുതിയ പുതിയ പോസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അവയർനെസ് കൊടുക്കാറുണ്ട്. അപ്പം അതൊന്നും മിസ്സാക്കരുത്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ ഇൻഫർമേഷൻ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.